കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിവിശേഷമായിട്ടുള്ള മഹാശിവരാത്രി ദിവസമാണ് എന്നുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഇന്നേ ദിവസം വൈകുന്നേരം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സ്വിച്ച് വേർഡ്സിനെ പറ്റി നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹിച്ച കാര്യം എന്താണെങ്കിലും പെട്ടെന്ന് നടന്നു കിട്ടുമെന്നാണ് പറയാറുള്ളത്. വളരെ നല്ല റിസൾട്ട് തന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയിട്ടുള്ള പല കാര്യങ്ങളും പല രീതിയിൽ സഞ്ചരിച്ച് നമുക്ക് പല മെത്തേഡുകളൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനെ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏഞ്ചൽ നമ്പേഴ്സ് അതല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. എന്തും വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്ന ആളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഏത് ഭഗവാനിലാണോ അല്ലെങ്കിൽ ഏത് ഭഗവതിയിലാണോ നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വിച്ച് വേർഡ്സിൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്നും വളരെ സാവകാശവും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഭഗവാനിലേക്ക് അടുത്ത് ഭഗവാനെ വിളിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിൽ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്ത് ഭഗവാനെ ധ്യാനിക്കുന്നത് അതിൻ്റെ ശക്തി കൂടുതലനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ടും വളരെ പെട്ടെന്നാവും. ഒരാളുടെ ആന്തരിക ഊർജത്തെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന വേർഡുകൾ അല്ലെങ്കിൽ പദങ്ങൾ അല്ലെങ്കിൽ നമ്പറുകൾ ഇവയൊക്കെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന ഗണത്തിൽപ്പെടുന്നത്. ഇവയ്ക്കൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിനെ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ സ്വിച്ച് വേർഡ്സിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലെ എനർജി ലെവൽ യൂണിവേഴ്സൽ എനർജിയുമായി കൂടിച്ചേർന്ന് നമ്മളുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ആഗ്രഹം അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത് ആഗ്രഹ സാഫല്യത്തിനാണോ നമ്മൾ ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് നടക്കുകയും നമ്മളെ നേട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു അതിർവരമ്പുകളോ ലിംഗഭേദമോ സമയരീതികളോ ഒന്നും അല്ലാതെ ആർക്കും എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഒന്നുണ്ട് നമുക്ക് വളരെയധികം ഭക്തി നമ്മൾ വിചാരിക്കുന്ന ഏത് ദേവനായാലും ദേവിയായാലും നമ്മൾ ഏത് ഭഗവാനെയാണോ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നത് അവരിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഭക്തി വേണമെന്ന് മാത്രം. പ്രത്യേകിച്ച് ഇതിൽ ദുഷ്ടശക്തികളുടെയോ അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തിൻ്റെയോ ഒന്നും വസ്തുത ഇവിടെ എവിടെയും നിലനിൽക്കുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ ഭഗവാനെ നമ്മുടെ ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിച്ച് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എന്താഗ്രഹമാണോ സാധിക്കേണ്ടത് അത് നടത്തി തരുവാൻ വേണ്ടി അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും ലളിതമായിട്ടുള്ള ഈ ഒരു രീതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്? വസ്തു വാങ്ങലുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും വിവാഹം നടക്കാതെ വിവാഹ കാര്യങ്ങൾ കുറേ അന്വേഷിച്ചു നടക്കാത്തവർ, അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക്, കുടുംബ ഐശ്വര്യത്തിന്, ധനാഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട്, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിനെ വർദ്ധിക്കാൻ, കുടുംബ ശ്രേയസ് വർദ്ധിക്കുവാനായിട്ട്, അതുപോലെ തന്നെ വിവാഹ ജീവിതം ഇനി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പൊരുത്തക്കേടുകളൊക്കെ മാറിക്കിട്ടാനും, ജോലി ലഭിക്കുന്നതിനും, കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് സന്താന ലബ്ധി സാധ്യമാക്കി തരുന്നതിനൊക്കെ ഈ ഒരു ശാരീരികമായി അതുപോലെ തന്നെ ശാരീരികമായി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള സ്വിച്ച് വേർഡ്സ് നമ്മളെ വളരെയധികം അത്ഭുതകരമായ ഈ ഒരു വാക്കോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറോ നമ്മളെ വളരെയധികം സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മളൊരു നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നമ്മളത് നടന്നതായി സ്വപ്നം കണ്ട് നമ്മുടെ ഇഷ്ട ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതാനായിട്ട് നമ്മൾ തുടങ്ങേണ്ടത്.
നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളുടെയൊക്കെ സാമീപ്യം ഉണ്ടാവുക, അതുപോലെ തന്നെ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എത്രയും വയ്യാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിവതും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് കൊണ്ടിരിക്കാൻ ആ സമയത്ത് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ കഴിവതും ഒഴിവാക്കാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ശിവരാത്രി ദിവസം, അതായത് മഹാശിവരാത്രി ദിവസം ശിവഭഗവാനെ അല്ലെങ്കിൽ കൈലാസനാഥനായ ജഗൽ പ്രഭുവിനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, എല്ലാ ദേവന്മാരുടെയും ദേവനായി കണക്കാക്കുന്ന കൈലാസനാഥനെ ശിവശങ്കരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത്, അതൊരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേജിലോ എഴുതണം. അത് നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചു വെക്കുകയും വേണം. അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏത് കാര്യമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് മനസ്സിൽ കരുതി, അത് നടന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് ഇത്ര മാത്രമാണ്: ഓം സ്വയംഭൂ നമഃ. ഈ ഒരു സ്വിച്ച് വേർഡ്, അതായത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ ഒരുപാട് നിരവധി നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വയംഭൂവായ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഭഗവാനോടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിച്ച് വേർഡ് കുറഞ്ഞത് 9 തവണയെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ എഴുതുന്നത് അത്രത്തോളം ശ്രേയസ്കരമാണ്. പക്ഷേ കുറഞ്ഞത് നമുക്ക് 9 തവണയെങ്കിലും ഓരോ ദിവസവും എഴുതി നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാര്യത്തിന് വേണ്ടി ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മഹാശിവരാത്രി ദിവസം ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ നമുക്ക് ഭഗവാന്റെ ഒരു ഉൾവിളി ലഭിക്കുകയും ഭഗവാൻ നമ്മളുടെ ആഗ്രഹം സാധിപ്പിച്ച് തരാനായിട്ട് അശ്രദ്ധം പരിശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ല രീതിയിൽ ശിവഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്നും, കുടുംബത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ സാധിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.